നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവകോടീശ്വര യോഗം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപൂർവമായ ധനപ്രാപ്തിയോടെ 15 നാളുകൾക്കാണ് അപര്യാപ്തമായ ഭാഗ്യഘടകം വരാൻ പോകുന്നത്. ശിവകോടീശ്വര യോഗം എന്ന അപൂർവമായ ധനയോഗം ശക്തി പ്രാപിക്കുകയും ശനിദേവന്റെ വക്രചലനത്തിലൂടെ 15 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവാതിലുകൾ തുറക്കുകയും ചെയ്യുന്ന അപൂർവ നിമിഷമാണിത്. ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഈ ഭാഗ്യയോഗത്തിൽ ഉൾപ്പെടുന്നത്? അവർക്ക് ജീവിതത്തിലെ ഏത് മേഖലകളിലാണ് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതെല്ലാമാണ് ഇന്ന് വിശദമായി ഈ എപ്പിസോഡിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി ധനം ലഭിക്കുന്ന ദുർലഭമായ ഈ ശിവകോടീശ്വര യോഗം പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തിക നേട്ടം ലഭിക്കാനുള്ള അവസരം ചിലർക്ക് ഈ സമയത്ത് ലഭിച്ചേക്കാം. പലർക്കും സംശയം തോന്നാറുണ്ട്, ശനി ദോഷകരമല്ലേ? എന്നാൽ ശനി ദോഷം മാത്രം നൽകുന്ന ഗ്രഹമല്ല, അനുകൂലമായ ഫലങ്ങളും നൽകുന്ന ഒരു ശക്തി കൂടിയാണിത്. ഇപ്പോഴത്തെ ശനി വക്രചലനത്തിലേക്ക് കടക്കുന്നതിനാൽ അതിന്റെ അനുകൂല ഫലമായി 15 നാളുകൾക്ക് ഈ ഭാഗ്യയോഗം ലഭ്യമാകുന്നു. ജൂലൈ 13 ശേഷം ആരംഭിച്ച ഈ ശുഭഘട്ടം ചില നാളുകൾക്ക് മാത്രമേ നീണ്ടു നിലനിൽക്കുകയുള്ളൂ. അതിനാൽ ഈ യോഗത്തിലുള്ളവർ അതിന്റെ പ്രയോജനം എടുക്കാൻ തയ്യാറായിരിക്കണം. ഇത് എത്രമാത്രം ഫലപ്രദമാണെന്ന്, അതുപോലെ തന്നെ ഏത് നാളുകൾക്കാണ് ഈ ഭാഗ്യം കാത്തിരിക്കുന്നതെന്നും ഉടനെ നിങ്ങൾക്കറിയാം. ഇടവക്കുറിയിലുള്ള കാർത്തിക, രോഹിണി, മകേരൻ നക്ഷത്ര ജനങ്ങൾക്ക് അപൂർവമായ ധനയോഗം കാത്തിരിക്കുന്നു. ധനബാധ്യതകൾ തീർക്കാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കാനും ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയും. ശനീശ്വരന്റെ ദൈവാനുകൂലമായ ഈ സമ്പത്ത് വലിയ രീതിയിലായിരിക്കും. ആയതിനാൽ അതിന് നഷ്ടപ്പെടലിന്റെ ഭയം കുറവായിരിക്കും. ഇത് ഉന്നതലത്തിലേക്ക് നിങ്ങളെ ഉയർന്നു പോകാനുള്ള വഴിയൊരുക്കും. ഈ ഭാഗ്യയോഗം അടുത്ത 2.5 വർഷത്തിനകം ശക്തമായി ഫലിപ്പിക്കുമെന്നും പറയാം. തുലാം കൂറിൽപ്പെടുന്ന ചിത്ര, ജ്യോതി, വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് ശനിദേവന്റെ അനുഗ്രഹം ശക്തമാവാൻ പോവുകയാണ്. സാമ്പത്തികമായ ഉയർച്ചയും തൊഴിൽ മേഖലയിലെ പുരോഗതിയും അനുഭവപ്പെടും. പല ആഗ്രഹങ്ങളും സാഫല്യത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാനിടയാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇതൊരു ഉത്തമ സമയമാണ്. ആരോഗ്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഫലങ്ങളാണ് ഉണ്ടാവുക. നേതൃത്വ പദവികൾക്കും സമ്പാദ്യത്തിന്റെ ഉയർച്ചയുടെ സാധ്യതകൾ കാണുന്നു. ജീവിതത്തിൽ അനുയോജ്യവും സന്തോഷകരവുമായ അനുഭവങ്ങൾ നിറഞ്ഞിരിക്കും. വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജനങ്ങൾക്ക് ശനിദേവന്റെ കൃപാശീർവാദം ശക്തമായി പ്രവർത്തിക്കുന്നു. ബന്ധങ്ങളിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. തൊഴിൽ ജീവിതത്തിൽ ഗണ്യമായ ഉയർച്ചയും ഇഷ്ടമുള്ള രംഗങ്ങളിൽ അവസരങ്ങളും ഉണ്ടാകും. മനസ്സിലെ കലുഷിതങ്ങൾ മാറി സന്തോഷം തിരിച്ചെത്തും. സാമ്പത്തികമായി കടബാധ്യതകൾ കുറയും. അപ്രതീക്ഷിതമായ വരുമാന സ്രോതസ്സുകൾ തുറന്നുകൊള്ളും. പുണ്യ ക്ഷേത്ര ദർശനത്തിനുള്ള സാധ്യതയും കുടുംബത്തിൽ സന്താന സമ്പത്ത് ലഭിക്കുന്നതിന്റെ സൂചനയും കാണുന്നു. വിദേശയാത്രയും സാമ്പത്തിക നേട്ടവും കാണുന്നു. മകരക്കൂറിലുള്ള ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് അടുത്ത കാലഘട്ടത്തിൽ അനുകൂല സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. ശനിയുടെ 3-ാം ഭാവത്തിലായതിനാൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വിദേശയാത്രികർക്ക് ആഗ്രഹിക്കുന്നവർക്ക് മുന്നേറ്റം പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളിൽ ശമനമുണ്ടാകുന്നതാണ് സൂചന. പഴയതുപോലെ മുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും പുരോഗമനത്തിലാവും. സാമ്പത്തിക നില മെച്ചപ്പെടും. പഠനരംഗത്ത് ഉത്സാഹം വർദ്ധിച്ച് മികച്ച പുരോഗതിയുണ്ടാവും. വിവാഹം, ദാമ്പത്യം എന്നിവയിൽ അനുഗ്രഹകരമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാർഷിക മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടം ലഭിക്കും. പൂർവിക സ്വത്ത് വീണ്ടെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കടബാധ്യതകൾ കുറയുവാനും ബന്ധുമിത്രാദികളുടെ സംഗമത്തിനും ആത്മസന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും. കർക്കിടകക്കൂറിൽപ്പെടുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് അനുഭവപ്പെടുക. സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കളെ തീരുമാനിച്ച ബന്ധം വിജയകരമാവും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്ന അവസ്ഥ ബന്ധങ്ങളിൽ ആത്മവിശ്വാസവും ആന്തരിക സമാധാനവും നിങ്ങൾക്ക് സമ്മാനിക്കും. ഗൃഹമേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങൽ, വാഹനം മാറ്റി വാങ്ങൽ പോലുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായ കാലഘട്ടമാണിത്. ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥ രൂപപ്പെടുന്നു. പുത്രപൗത്രന്മാരോടൊപ്പം വിദേശവാസത്തിന് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും.
പ്രത്യേകിച്ച് കലാകായിക മേഖലയിലുള്ളവർക്ക് ശ്രദ്ധേയമായ ഉയർച്ച അനുഭവപ്പെടും.